അങ്ങനെ ലൈവില് അവിടെ ആ ഒരു ജയിൽ പണിഷ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ജയിൽ ടാസ്ക് മാറ്റി ജയിൽ പണിഷ്മെന്റ് എന്ന് പച്ചയ്ക്ക് പറയാൻ ഇപ്പോഴാണ് സാധിച്ചത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ആ ജയിൽ പണിഷ്മെന്റ് എന്താണെന്ന് കറക്റ്റായിട്ട് പറയാം. ശരിക്കും ആദ്യം ഈ ഒരു പ്രൊമോ വന്നപ്പോൾ ഞാൻ ഗസ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒനീൽ പക്ഷേ ആ ഒരു പ്രൊമോയിൽ 5 മണിക്കൂറെങ്കിലും ആയി കാണും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കരുതിയത് ഈ 5 മണിക്കൂർ ഓരോ സെക്കൻഡും കൗണ്ട് ചെയ്ത് ഓരോ മണിക്കൂറും കൗണ്ട് ചെയ്ത് ഭിത്തിയിൽ എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ആദ്യം ഗസ് ചെയ്ത് പറഞ്ഞത്. പക്ഷെ 5 മണിക്കൂറല്ല, ഞാൻ ആ ഗസ് ചെയ്തത് 100% കറക്റ്റ് ആയി എന്നുള്ളപ്പം എനിക്ക് തന്നെ ഷോക്കിംഗ് ആയി. അങ്ങനെ ആകല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു പണിഷ്മെന്റ് ഓരോ സെക്കൻഡും കൗണ്ട് ചെയ്യണം. അത് ബിഗ് ബോസ് സമയം പറയും. ബിഗ് ബോസ് പറഞ്ഞ രാത്രി സമയം 9 മണി. 9 മണിക്ക് ശേഷമുള്ള ഓരോ സെക്കൻഡും ജിസേല് ആ ഒരു ഇരുമ്പ് ദണ്ട് വെച്ച് ടിക് 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 എന്നിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ 60 സെക്കൻഡുകൾ 60 വട്ടം ഈ ഒരു ഇരുമ്പ് ദണ്ട് വെച്ച് ടിക് 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 കൗണ്ട് ചെയ്ത് 60 സെക്കൻഡ് ആവുമ്പോഴത്തേക്കും നമുക്ക് 1 മിനിറ്റ് ആവും. ആ 1 മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഇരുമ്പ് ദണ്ട് ഉപയോഗിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആള് ഇവിടെ ഒനീല് ക്ലാപ്പ് ചെയ്യണം. ആ ക്ലാപ്പ് കൗണ്ട് ചെയ്യുന്നു. ഓരോ മിനിറ്റും കൗണ്ട് ചെയ്ത് അവസാനം അത് 1 മണിക്കൂറിലെത്തണം. 1 മണിക്കൂർ എത്തുമ്പോൾ അതവിടെ കുറിച്ചിടണം. അങ്ങനെ എത്ര മണിക്കൂർ, ഇപ്പൊ 9 മണി തൊട്ടാണ്, 9 മണി 10 മണിയാകണം, 11 മണിയാകണം. അങ്ങനെ രാവിലെ ബിഗ് ബോസ് സമയം എത്ര എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് സമയം പറയണം. ഇനി കറക്റ്റ് സമയത്തിൽ നിന്ന് 3 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. പക്ഷേ മറ്റൊരു തരത്തിൽ അത് തെറ്റിപ്പോയാൽ മോഹൻലാൽ വരുന്നിടം വരെ ഇവർ ജയിലിലായിരിക്കും എന്നാണ് ഈ പണിഷ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഷോക്കിംഗ് ആണ്. പിന്നെ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നന്മമരം കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് പണിഷ്മെന്റ്. ജയിൽ ടാസ്ക് എന്ന് പറയുന്നത് ജയിൽ പണിഷ്മെന്റ്. ശരിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഉറങ്ങാൻ പറ്റില്ല. ഇനി അവർ തന്നെ ചോദിക്കുന്നുണ്ട് വാഷ്റൂമിൽ പോകണമെങ്കിൽ, ഫുഡ് കഴിക്കണമെങ്കിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തും ബിഗ് ബോസ് മറുപടി പറയുന്നുണ്ട്, ഒരാൾക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ മറ്റേയാൾ ഇതേ സമയം ഇത് ഇങ്ങനെ കൗണ്ട് ചെയ്ത് കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മറ്റേയാൾ പോയിട്ട് തിരിച്ചു വരിക. അതേപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴും ഇതുപോലെ ആയിരിക്കണം. അതായത് മുമ്പുണ്ടായിരുന്ന 2 ടാസ്കുകളിൽ നിന്നും ഒരുപാട് പടി മുകളിലാണ് ഈ ഒരു ടാസ്ക് അല്ല പണിഷ്മെന്റ് ഒരുപാട് മുകളിലാണ്. ഈ അനുമോളും അപ്പാനിയും ഈ ഒരു ടാസ്ക് ചെയ്ത സമയത്ത് ഇവർ രണ്ടുപേരും ഇടയ്ക്ക് വാഷ്റൂമിലേക്കൊക്കെ ഓടിപ്പോയതും ആ ഒരു ജയിൽ ടാസ്കിനെ ഫണ്ണി ആയിട്ട് എടുത്തതും നമ്മൾ കണ്ടതാണ്. അനീഷ് ആയിരുന്നു അപ്പോൾ ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ക്യാപ്റ്റനായിട്ട് ആര്യനാണ്. ഇവര് ബാത്റൂമിലോട്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ പോകുമ്പോൾ ആര്യന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. ആര്യന് ആ ഒരു സീരിയസ്നെസ് വേണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ ഒരു പണിഷ്മെന്റ് എന്താണെന്ന്. ഇനി ഞാൻ ആര്യനിലേക്ക് വരാം. ആര്യനില് തീരെ മെച്യൂരിറ്റി ഇല്ല. ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ആര്യൻ അവിടെ വളരെ തമാശ കളിക്കുകയാണ്. എന്നാൽ അതേസമയം ഞാൻ ഈ പറയുന്ന ഭീകരത കാണുന്നത് ആ ജിസേലിന്റെ മുഖത്തും ഒനീലിന്റെ മുഖത്തും, ഒപ്പം നമ്മുടെ നൂറ അടുത്ത് നിൽപ്പുണ്ട്. നൂറയുടെ മുഖത്ത് ബിന്നി പേടിച്ച് കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഈ സംഭവം ജിസേലും ഒനീലും അത് ചെയ്യേണ്ടി വരും എന്ന് കണ്ടപ്പോൾ ആദ്യം തന്നെ ആര്യൻ ചെയ്തത് എന്താണെന്നറിയോ? ആരാണ് ഞാൻ ജയിലിലേക്ക് വേണ്ട എന്ന് നോമിനേറ്റ് ചെയ്തത് ആരാണ് എന്നും ചോദിച്ചിട്ട് ഈ പറയുന്ന ആര്യൻ അവിടെ അടുത്ത് തന്നെ ബിന്നി ഉണ്ടായിരുന്നു. ബിന്നി ആയിരുന്നു ആര്യനെ ജയിലിലേക്ക് പോകണ്ട എന്ന് അവസാനം വോട്ട് ചെയ്തത്. ബിന്നിക്ക് പോയി കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്, അല്ലെങ്കിൽ താങ്ക് യു പറയുകയാണ്, കൈ കൊടുക്കുകയാണ്. കാരണം എന്താ? ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന്. അപ്പോഴും ബിന്നിക്കൊരു സന്തോഷമൊന്നുമല്ല. ആ ടാസ്ക്, ആ ഒരു പണിഷ്മെന്റ് കേട്ടതിന്റെ ഒരു ടെൻഷൻ ബിന്നിയുടെ മുഖത്തുണ്ട്. അതേസമയം അനുമോൾ അവിടെ ഉണ്ട്. അനുമോൾക്ക് ചിരി വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു കളിയാക്കി ചിരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഭയങ്കരമൊക്കെ ഹാപ്പി ആണെങ്കിൽ അനുമോളുടെ ഒരു സ്മൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഉറക്കച്ചിരിക്കും. പക്ഷെ ഇതൊരു തരത്തിൽ പറഞ്ഞ ആ ഒരു വിഷമവും ഉണ്ട്. എന്നാൽ അത് കാണിക്കാൻ പറ്റത്തില്ല. ആ ഒരു ദേഷ്യം അതും കൂടെ ചേർന്നിട്ടൊരു ചിരി അനുമോളുടെ മുഖത്തുണ്ട്. അതേസമയം ഈ ജിസേല് ജയിലിൽ പോയല്ലോ, ഇനി ഞാനും നീയും മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ആര്യൻ അവിടെ കിടന്ന് ഇളകുന്നുണ്ട്. ആര്യന് തീരെ മെച്യൂരിറ്റി ഇല്ല. അതെനിക്ക് ഈ 2-3 ദിവസമായിട്ട് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഈ ഒരു ജയിൽ പണിഷ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടും ആര്യൻ കാണിക്കുന്ന ഒട്ടും പക്വതയില്ലാത്ത പെരുമാറ്റം, അത് ലാലേട്ടൻ വരുമ്പോൾ അതൊന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. പെട്ടെന്ന് ദേഷ്യം വരുമ്പം ചെരുപ്പ് എടുത്തെറിഞ്ഞത് വരെ നമ്മൾ കണ്ടതാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്നുകൊണ്ട് ആര്യൻ എന്തോ ഒരു കൗണ്ടർ പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സമയം കേൾക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ കൗണ്ടറായിട്ട് ആര്യൻ പറയുന്നത് അതെന്റെ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലായിരുന്നു എന്ന് പറഞ്ഞ് കൈ കൊട്ടുന്നുണ്ട്.
അത് കേൾക്കുന്ന ഉടനെ നമ്മുടെ അക്ബറിന് ദേഷ്യം വരുന്നുണ്ട്. കാരണമുണ്ട്, അക്ബറും ഇതെല്ലാം കേട്ടിട്ട് ആകെ ഷോക്ക്ഡ് ആണ്. അക്ബർ ഷോക്കായത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ജിസേലിനകത്ത് കിടന്ന് ഇത് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അപ്പം ഈ പറയുന്ന ആര്യനെക്കാട്ടിയും കൂടുതൽ ജിസേലിനോട് ഇഷ്ടവും സ്നേഹവും റെസ്പെക്റ്റും എല്ലാം ഉള്ളത് ബാക്കി ആണുങ്ങൾക്കാണ് കേട്ടോ. കാരണം അബിക്ക് വരെ ഇത് കേട്ടിട്ട് അയ്യോ ഇതെങ്ങനെ എന്നുള്ളൊരു തോട്ടുണ്ട്. ആര്യന് മാത്രമാണ് ഈ പറയുന്ന സീരിയസ്നെസ് ഇല്ലാത്തത്. അപ്പം ആര്യൻ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞു, അത് എന്റെ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലാണ്, താങ്ക് യു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫണ്ണി ആയിട്ട് എടുക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് നിന്റെ സമയം തീരെ ശരിയല്ല എന്ന്. അതുപോലെ അപ്പാനി പറയുന്നുണ്ട് എല്ലാവരും മിണ്ടാതിരിക്കുക, അവർക്ക് ആ സമയം നോട്ട് ചെയ്ത് വെക്കണം, ബിഗ് ബോസ് പറയുന്ന സമയം നോട്ട് ചെയ്ത് വെക്കണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, അവർക്കത് ചെയ്യാനുള്ളതാണ് എന്ന് അപ്പാനി പറയുന്നുണ്ട്. ആര്യന് അത്ര പോലും മെച്യൂരിറ്റി ഇല്ല. അപ്പോൾ എല്ലാവർക്കും ടാസ്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ പണിഷ്മെന്റ് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ ഈ ഒരു പണിഷ്മെന്റ് ഇതൊരു കറക്റ്റ് പണിഷ്മെന്റ് ഇതായിരുന്നു, 100% പണിഷ്മെന്റ് ഇതായിരുന്നു. അപ്പൊ എത്ര മണിക്കൂർ അവർ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് കറക്റ്റ് സമയം പറയുമെന്ന് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്ന മറ്റൊരു ഗസ് ഉണ്ട്, നിങ്ങൾ ഇത്രയും വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുകൂടി കേൾക്കുക. ജിസേലിന് സമയം ഗസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ഉറപ്പായിട്ട് ഞാൻ പറയാം, സമയം ഗസ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ബിഗ് ബോസിനെ കളിപ്പിക്കാൻ പറ്റത്തില്ല, ക്യാമറ ഉണ്ട്, ഇങ്ങനെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ബട്ട് ഐ തിങ്ക് ഈ ഗെയിമിൽ ജിസേൽ ജയിക്കും. കാരണം ജിസേൽ എല്ലാ ദിവസവും ഞാൻ ഈ സമയം പറയട്ടെ, ഇപ്പൊ രാവിലെ എത്ര മണിയായി എന്ന് അറിയാമോ, കൂടുതലും അനീഷിന്റെ അടുത്താണ് ഇത് ഞാൻ സംസാരിക്കുന്നത് ലൈവിൽ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയാമെങ്കിൽ നിങ്ങൾ ജിസേലിനെ കുറിച്ച് ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. ഇത് കണ്ടിട്ടായിരിക്കാം ബിഗ് ബോസ് ഈ സമയത്തിന്റെ ടാസ്ക് അല്ലെങ്കിൽ സമയത്തിന്റെ പണിഷ്മെന്റ് ജിസേലിന് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജിസേലിന് ബിഗ് ബോസിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, ജിസേലിന് സണ്ണിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ടൈം അളക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിവ് ജിസേലിനുണ്ടെന്ന് ജിസേൽ ഷാനവാസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ചാലഞ്ച് ഫോർ ജിസേൽ ആൻഡ് ബിഗ് ബോസ്. കണ്ടറിയാം നമുക്ക് ഈ ഒരു ടാസ്ക്, ഈ ഒരു പണിഷ്മെന്റ് എങ്ങനെയായിരിക്കും ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് മാത്രമല്ല നമുക്ക് നാളെ അറിയാം ഈ ഒരാഴ്ച ഇവർ കാണിച്ചിട്ടുള്ള എല്ലാ വൃത്തികേടുകൾക്കും, എല്ലാ ചീത്തവിളികൾക്കും, ചെരിപ്പറികൾക്കും എല്ലാത്തിനും അവസാനം ലാലേട്ടൻ വന്ന് എന്ത് സംസാരിക്കുമെന്ന്. അത് നമുക്ക് പറയാം കേട്ടോ, കണ്ടിട്ട് പറയാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.